99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത്. സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത്. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങിനെ. അവർക്കുള്ള തലയും 1000 എന്നുണ്ട്. ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. ഓരോരോ മുഖമിൽ 1000 വായുണ്ട്. ഓരോരോ വായിൽ നാക്കും 1000 ഉണ്ട്. അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിൻ്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട്. കൂട്ട് നീ കൃത്യവും ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിനെ തസ്ബീഹ് ചെയ്യും ജോലി ആ മലക്കിനെ. അപ്പം ഇങ്ങനത്തെ ഒരു മലക്ക് അള്ളാഹിനോട് വന്നിട്ട് ചോദിച്ചു, പഠിച്ചോനെ ഞാൻ ഇബാദത്ത് ചെയ്യണതിനെക്കാട്ടി കണക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നെക്കാട്ടി ഇബാദത്ത് ചെയ്യുന്ന ആൾ എന്ന് ചോദിച്ചു. എന്നേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന ആൾ വേറെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പഠിച്ചോൻ പറഞ്ഞു, നിന്നെക്കൊണ്ടോ ആബിദ് ശ്രേഷ്ഠമായവരെന്നിലും നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാളമലുകൾ. അപ്പോൾ മലക്ക് ചോദിച്ചു, എന്നാ ആളെന്ന് കാണിച്ചെന്നാണ്. ആ ആളെന്ന് കാണിച്ചോണ്ട റബ്ബേ പഠിച്ചോനെ എന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദം വാങ്ങിച്ചിട്ട് പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുത്തത് അയാളാണ് പറഞ്ഞു. അപ്പോൾ അയാൾ സാധാരണ ഫർളുകൾ മാത്രം ചെയ്യണമെന്നല്ലാതെ മലക്ക് ഒന്നും കണ്ടില്ല. അപ്പം മലക്ക് ചെന്നിട്ട് പഠിച്ചോനോട് ചോദിച്ചു, പഠിച്ചോനെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ പറഞ്ഞു. എന്നാൽ അയാളോട് പോയി ചോദിച്ചു നോക്കുക പറഞ്ഞു, എന്താ പ്രത്യേകമായിട്ട് എന്താ അയാൾ ചെയ്യണമെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ മലക്കവർ ചോദ്യമായവരോട്, എന്തുണ്ട് ഇത് കൂടാതെ പറയെന്നോട്. സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 ഇത് ഇബ്നു ഹിബ്ബാൻ തുർമദി റിപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്, ഹാക്കിമിന് സപ്പോർട്ടും. അപ്പോൾ 1000 തലുള്ള ഒരു മലക്ക്. ആ മലക്കിൻ്റെ 1000 തലയിലും എന്തുണ്ട്? 1000 മുഖമുണ്ട്. ഓരോരോ മുഖത്തും 1000 വായുണ്ട്. ഓരോരോ വായിലും 1000 നാക്കുണ്ട്. ഇതുകൊണ്ട് നിത്യേന തസ്ബീഹ് ചൊല്ലിയാണ് ആ മലക്കിന് പണി. അതിനെക്കാട്ടിയും കൂലിയാണ് ഇത്. അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം സുബഹിൻ്റെ ശേഷം ചൊല്ലിക്കോളി. എന്നാൽ സംഭവം കാര്യം പൊടുത്തം പെടുന്ന പറയുന്നു.